നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് ഏതാണ്? MLS എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു? സൗദി അറേബ്യൻ ലീഗ് ക്രിസ്ത്യാനോ ഇന്നലെയും പറഞ്ഞു ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നാണ്. പോർച്ചുഗീസ് ലീഗിനേക്കാൾ ബെറ്ററാണ്. ഫ്രഞ്ച് ലീഗിലാകെ PSG മാത്രമേ ഉള്ളൂ, അവരെക്കാൾ ബെറ്ററാണ്. ഈവൻ സ്പാനിഷ് ലീഗിൽ ഗോളടിക്കാൻ സൗദി ലീഗിനേക്കാൾ എളുപ്പമാണ് ഏതൊക്കെ ക്രിസ്ത്യാനോ എന്നല്ല പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ നമ്മൾ ഏത് ലീഗാണ് ലോകത്ത് ഏറ്റവും ബെറ്റർ, അപ്പോൾ ഇതിനൊരു റാങ്കിങ് നമുക്ക് കണ്ടെത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലഭ്യമാവുന്ന സോഴ്സുകളെടുക്കാൻ മാത്രമേ തരമുള്ളൂ. അപ്പോൾ ഒപ്റ്റ ഇതിൻ്റെ ഏറ്റവും പുതിയ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റഡ് November 6, 2025 എന്നാണ് അവർ പറയുന്നത്. അതായത് ഇന്നലെയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള അപ്ഡേഷൻ അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അവരുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനത്താണ് നിൽക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് അവരുടെ ഈ റാങ്കിങ്ങിൽ, ഒപ്റ്റ പവർ റാങ്കിങ്ങിൽ ആദ്യം 10 സ്ഥാനത്ത് വരുന്ന ലീഗുകൾ നോക്കാം. ഒന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്. 1-ാം സ്ഥാനത്ത് പ്രീമിയർ ലീഗാണ്. അത് ക്രിസ്ത്യാനോ ഇന്നലെ പറയുന്നുണ്ട്, ടോപ്പ് ലീഗാണ്, പ്രീമിയർ ലീഗാണ്, ആ കാര്യത്തിൽ തർക്കമില്ല, നമ്പർ 1 പ്രീമിയർ ലീഗാണെന്ന് CR7 ഇന്നലെ പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. എന്തായാലും 1-ാം സ്ഥാനത്ത് അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തന്നെ. രണ്ടാമത് ഒപ്റ്റയുടെ റാങ്കിങ്ങിൽ രണ്ടാമത് സ്പാനിഷ് ല ലീഗയാണ്. 3-ാമത് ഇറ്റാലിയൻ സീരിയ ആണ്. 4 ജർമ്മൻ ബുണ്ടസ് ലീഗ, 5 ഫ്രഞ്ച് ലീഗ് 1. അത് കഴിഞ്ഞാൽ നോക്കണം, ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പിനാണ് അവർ 6-ാം സ്ഥാനം കൊടുക്കുന്നത്. അതായത് ഇംഗ്ലണ്ടിലെ 2-ാം ഡിവിഷൻ ലീഗ്. അത് കഴിഞ്ഞിട്ടേ മറ്റ് ലീഗുകളുള്ളൂ എന്ന് ഒപ്റ്റ പറയുന്നു. ഈ 6-ാം സ്ഥാനത്ത് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ 7-ാമത് ബെൽജിയൻ ലീഗാണ്. ബെൽജിയൻ ജൂപ്പിലർ പ്രോ ലീഗ് 7-ാമത് വരുന്നു. 8-ാമതാണ് ബ്രസീലിയൻ സീരിയ 8-ാമത് വരുന്നു. 9-ാമതാണ് പോർച്ചുഗീസ് പ്രീമിയറ ലീഗക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 10-ാമത് US മേജർ ലീഗ് സോക്കർ. MLS ലോകത്തെ ഏറ്റവും മികച്ച 10-ാമത്തെ ലീഗാണ് ഏതാണ് ഇപ്പോൾ ഒപ്റ്റയുടെ കണക്ക്. ഇനി കുറച്ച് ലീഗുകൾ കൂടി വേണമെങ്കിൽ ഒന്ന് പറയാം. 11-ആണ് ലിഗ പ്രൊഫഷണൽ അർജൻറ്റീനയിലെ ലീഗ് 11 വരുന്നു. 12-ാമത് ഡാനിഷ് സൂപ്പർ ലീഗൻ വരുന്നു. 13 പോളിഷ് ലീഗ്, പോളണ്ടിലെ ലീഗ് വരുന്നു. 14-ആണ് ഡച്ച് എറേഡിവിസി ഉള്ളൂ എന്നുള്ളത് ഒരല്പം അത്ഭുതകരമായിട്ട് തോന്നി. 15 ക്രൊയേഷ്യൻ ലീഗാണ്. 16-ാം സ്ഥാനത്ത് മാത്രമേ തുർക്കിഷ് സൂപ്പർ ലീഗ് വരുന്നുള്ളൂ. ഒരുപാട് സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ലീഗാണ്. 17 ബ്ലാക്ക് സൂപ്പർ ലീഗ്, സ്വിറ്റ്സർലൻഡിലെ ലീഗ് വരുന്നു. ദെൻ സ്വീഡിഷ് ലീഗ് വരുന്നു 18-ാം സ്ഥാനത്ത്. ജാപ്പാനീസ് ജയ ലീഗാണ് 19-ാം സ്ഥാനത്ത്. ജർമ്മൻ ബുണ്ടസ് ലീഗയുടെ 2-ാം ഡിവിഷനാണ് 20-ാം സ്ഥാനത്ത്. ലീഗ MX 21-ാം സ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടല്ലോ, 19-ാമത് വരുന്ന ജാപ്പാനീസ് ജയ ലീഗാണ് ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും മുകളിലുള്ള ലീഗ്. അപ്പോൾ പ്രോ ലീഗൊക്കെ എവിടെ പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർക്കൊരു ആശങ്കയുണ്ടാകും. സൗദി പ്രോ ലീഗിന് ഒപ്റ്റ കൊടുക്കുന്ന സ്ഥാനം 29-ആണ്. 29-ാം സ്ഥാനത്താണ് സൗദി പ്രോ ലീഗ് എന്നാണ് ഒപ്റ്റയുടെ റാങ്കിങ്. സൗദി പ്രോ ലീഗിനേക്കാൾ മുകളിലുള്ളത് ഇക്വഡോറിൻ്റെ ലീഗുണ്ട്, ചെക്ക് ഫസ്റ്റ് ഡിവിഷൻ ലീഗുണ്ട്, കൊളംബിയൻ ലീഗുണ്ട്, റഷ്യൻ പ്രീമിയർ ലീഗുണ്ട്, സ്പാനിഷ് സെഗുണ്ട ഡിവിഷൻ 2-ാം ഡിവിഷൻ ലീഗ് പോലും സൗദി പ്രോ ലീഗിനേക്കാൾ മുന്നിലാണ് എന്നാണ് ഒപ്റ്റ അനലിസ്റ്റ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.